രാജ്യത്ത് നടന്ന ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും വ്യാജ വോട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതായത് വോട്ടിരട്ടിപ്പ് എന്നൊരു വിവാദം രാജ്യത്ത് കത്തിപ്പടരുകയാണ്. അത് മറികടക്കാൻ വോട്ടർ പട്ടിക നിർബന്ധമായും ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നീക്കം നടത്തി തുടങ്ങി. അതിനർത്ഥം തന്നെ വ്യാജ വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വോട്ടർ പട്ടിക ആധാറുമായി ബന്ധിപ്പിക്കൽ നിർബന്ധമല്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ മുൻ നിലപാടിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോഴത്തെ നീക്കം. മാർച്ച് 4-ാം തീയതി ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത സംസ്ഥാന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഇതിനുശേഷം ഈ നിർദ്ദേശം കുറിപ്പായി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും അവർ വഴി ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും അയച്ചു കൊടുത്തു കഴിഞ്ഞു. അതായത് 2022 വോട്ടർ രജിസ്ട്രേഷൻ ഭേദഗതി ചട്ടം 26B പ്രകാരം വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കും 6B ഫോറം ഉപയോഗിച്ച് തങ്ങളുടെ ആധാർ അതുമായി ബന്ധിപ്പിക്കാം. എന്നാൽ വോട്ടർ പട്ടിക ആധാറുമായി ബന്ധിപ്പിക്കൽ എന്നത് അത് നിർബന്ധമല്ല എന്നും വോട്ടർക്ക് ഇഷ്ടപ്രകാരം അത് ചെയ്യാമെന്നും 2022 ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ആ അറിയിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ ഇതുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്രിമം നടക്കും എന്നുള്ളതാണ് പിന്നീട് തെളിഞ്ഞു വന്നത്. എന്നാൽ തട്ടിപ്പ് നടന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് ചോദ്യമുയരുകയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനൊരു കളങ്കം വരികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ സംശയത്തിന്റെ നിഴലിൽ ആകുകയും ചെയ്യുമ്പോഴാണ് ഇത്തരമൊരു പുതിയ നീക്കത്തിന് നിർബന്ധിതമായി തീർന്നത് എന്ന് വേണം കരുതാൻ. നമുക്കറിയാം മഹാരാഷ്ട്രയിലെ കഥ. ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി എന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ലോകസഭയിൽ വിളിച്ചു പറഞ്ഞത് മഹാരാഷ്ട്രയിലെ ഒരു വീട്ടിൽ തന്നെ 7000-ഓളം വോട്ടുകൾ, ഒരു ബിൽഡിംഗ് നമ്പറിൽ തന്നെ 7000-ഓളം വോട്ടുകളും അതുപോലെ തന്നെ 70 ലക്ഷത്തോളം അധികം വോട്ടുകളുമെല്ലാം വന്നു ചേർന്നത് ഇങ്ങനെ ഇരട്ട വോട്ടുകളും അതിനേക്കാൾ കൂടുതൽ വോട്ടുകളും ഒരേ നമ്പറിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തെളിയുന്നു. അങ്ങനെ ഓരോ മണ്ഡലത്തിലും BJP സ്ഥാനാർത്ഥിക്ക് ജയിക്കാനായിട്ടുള്ള വോട്ടുകൾ ഇങ്ങനെ തന്നെ ലഭിച്ചു എന്നുള്ളത് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള രഹസ്യം ശരിയായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തുന്ന മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ഒരേ എപ്പിക് നമ്പറിൽ ഒന്നിലധികം പേർ വോട്ടർ പട്ടികയിൽ വന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം കാണിക്കുകയാണെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. ആ സാഹചര്യത്തിൽ ആധാറുമായി വോട്ടർ പട്ടിക ബന്ധിപ്പിച്ച് പരാതികൾക്കെല്ലാം അറുതി വരുത്താനാണ് കരുതുന്നതെന്ന് മുതിർന്ന തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉദ്യോഗസ്ഥന്മാർ പറയുകയും ചെയ്തു. ഒരേ എപ്പിക് നമ്പറിൽ ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും വോട്ടർ പട്ടികയിൽ പേരുമുണ്ടെങ്കിലും ഈ വോട്ടർക്ക് തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ മാത്രമേ വോട്ട് ചെയ്യാനാവൂ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം പ്രതിപക്ഷ പാർട്ടികൾ അംഗീകരിച്ചിരുന്നില്ല. അത് പൊളിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഒരിടത്ത് വോട്ട് ചെയ്തവർ മറ്റൊരിടത്ത് വോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 2 വോട്ട് ഉണ്ട് എന്നുള്ളതിനപ്പുറത്ത് ഓരോ സ്ഥാനാർത്ഥിയെയും യഥാർത്ഥ വോട്ട് ലഭിച്ച് അവർ ജയിക്കുകയോ തോൽക്കുകയോ വേണ്ടിടത്ത് ജയിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. പരാതി വന്നത് മുഴുവൻ ഒരേ എപ്പിക് നമ്പറുകളിൽ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എപ്പിക് നമ്പറുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള ആക്ഷേപമാണ് ഉയർന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരുന്നു. ഒരേ എപ്പിക് നമ്പറിൽ നിരവധി വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു വോട്ടർക്ക് ഒന്നിലേറെ എപ്പിക് നമ്പർ ഉള്ളതാണ് മറ്റൊന്ന്. ഓരോ വോട്ടർക്കും സവിശേഷ നമ്പർ നൽകി 3 മാസം കൊണ്ട് പരിഹരിക്കാൻ കമ്മീഷൻ നടപടി തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ആധാർ നിർബന്ധമാക്കാത്തതിനാൽ ഒരേ വോട്ടർക്ക് ഒന്നിലേറെ എപ്പിക് നമ്പർ ഉള്ള രണ്ടാമത്തെ പ്രശ്നം കടുത്ത വെല്ലുവിളിയാണെന്ന് ഉദ്യോഗസ്ഥന്മാർ തന്നെ സമ്മതിക്കുമ്പോൾ അതിൽ നിന്നും ഒരു മാറ്റം വരുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്തു തന്നെയായാലും വോട്ടിരട്ടിപ്പ് എന്നുള്ളൊരു സംഭവം ഈ രാജ്യത്തുണ്ട് എന്നും അത് വലിയൊരു കൃത്രിമത്തിന് ഇടവരുത്തിയിട്ടുണ്ട് എന്നും പരോക്ഷമായി സമ്മതിക്കുകയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.